തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി BMS രംഗത്ത്. BMS മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KM സിജു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെ കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും കേസിൽ ചെയർമാൻ സനീഷ് ജോർജ് രണ്ടാം പ്രതിയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് BMS പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേസിൽ ചെയർമാനെ രണ്ടാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ സനീഷ് ജോർജ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് BMS മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ BMS ജില്ലാ സെക്രട്ടറി KM സിജു ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കൈക്കൂലി വാങ്ങുന്നു, കൈക്കൂലിയുടെ ആളാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ, ഈ കൈക്കൂലി വാങ്ങിയത് ഒരു കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല. നമ്മൾ ചിന്തിക്കണം, ഒരു കേരളത്തെ സംബന്ധിച്ച്, സാക്ഷര കേരളമായ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയില് ഉന്നതമായ പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികള് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഒരു സ്കൂളിന്റെ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമുക്കറിയാം, BTM എന്ന് പറയുന്ന ഒരു സ്കൂള്, കൊമ്മങ്കല്ലിലെ ഒരു സ്കൂളിന്റെ പെർമിറ്റിന് വേണ്ടിയിട്ട്, അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പേപ്പർ സമർപ്പിച്ചിട്ടുള്ളത്. ചെയർമാൻ, ഞങ്ങള് ഇത് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ നമുക്കറിയാം, കുന്തംകാരനായിട്ടുള്ള ഒരു തൊഴിലാളി, ആ തൊഴിലാളി ഒരു തെരഞ്ഞെടുപ്പിലൂടെ UDFന്റെ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് 2020 ഇവിടെ വിജയിച്ചപ്പോ ചെയർമാൻ സ്ഥാനം കിട്ടുമെന്ന് വന്നപ്പോ കൂറുമാറിയവൻ. ഒരുപക്ഷെ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു, ഇവിടുത്തെ സാധാരണക്കാർ വിശ്വസിച്ചു, ഒരു തൊഴിലാളി, ഒരു പാവപ്പെട്ടവൻ ചെയർമാനായിട്ട് വരുമ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ പരിഹരിക്കും, അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും, അവന്റെ അധ്വാനത്തിന്റെ ആ വിയർപ്പിന്റെ മണം അവനിൽ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഈ ചെയർമാൻ ഇദ്ദേഹത്തിന്റെ സബ് ഏജന്റ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. യോഗത്തിൽ നേതാക്കളായ സുരേഷ് കണ്ണൻ, AP സഞ്ജു, B അജിത് കുമാർ, MA പ്രദീപ്, ഷാജു ഗോപാലൻ, ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത്ത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.